സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്നും സ്ഥാനമൊഴിഞ്ഞ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ബി.ജെ.പി. അനുകൂല സോഷ്യൽ മീഡിയ സൈറ്റുകൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾ EVM നിരോധിക്കാൻ ശ്രമിച്ചിട്ട് എന്തായി, നിങ്ങൾക്ക് ഒരു ചെറിയ മാറ്റമെങ്കിലും കൊണ്ടുവരാൻ പറ്റിയോ എന്നിങ്ങനെയൊക്കെ പോവുകയാണ്. ഏതായാലും സഞ്ജീവ് ഖന്ന സ്ഥാനമൊഴിയുമ്പോൾ അതിനു പകരമായി ഏറ്റെടുത്തിരിക്കുന്ന സഞ്ജീവ് ഖന്ന നിർദ്ദേശിച്ച പിൻഗാമിയായ ജസ്റ്റിസ് B.R. ഗവായ് അതിനേക്കാൾ മികച്ച രീതിയിൽ BJPക്കും കേന്ദ്രമന്ത്രിസഭയ്ക്കും പ്രഹരം കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ആദ്യ സൂചനയാണ് B.R. ഗവായും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും തമ്മിലുള്ള നേരിട്ടുള്ള വാക്പോരിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ വിശദീകരണങ്ങൾ എല്ലാം തന്നെ എങ്ങനെയാണ് ഇന്ത്യയിൽ മതസ്പർദ്ധ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്, ഹിന്ദു മുസ്ലിം ഡിവിഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്, അതിനുവേണ്ടി എല്ലാ രീതിയിലുള്ള പൊടിപ്പും തൊങ്ങലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ തന്നെ പറയുന്ന അവസ്ഥയിലാണ് എന്ന് വിവിധ പ്രതിപക്ഷ മുന്നണിയിലെ നേതാക്കന്മാർ തുറന്നടിച്ചിരിക്കുകയാണ്. അവരാണ് കൃത്യമായി സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയത്. ഗവർണറും രാഷ്ട്രപതിയുമൊക്കെ ഒപ്പുവയ്ക്കുന്ന ബില്ലുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ സങ്കുചിത മനോഭാവം തിരുത്തപ്പെടേണ്ടത് അനിവാര്യമാണ്. കാരണം സുപ്രീം കോടതി മാത്രമാണ് അവസാന അത്താണി. രാഷ്ട്രപതി ദ്രൗപദി മുർമു വെറുമൊരു റബ്ബർ സ്റ്റാമ്പാണ് എന്ന് വീണ്ടും തെളിയിക്കുന്ന സാഹചര്യം. അധികാരപരിധി എന്താണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായി വീണ്ടും അധപ്പതിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കപ്പെടുന്ന സമയമാണിത്. കാരണം സുപ്രീം കോടതിയോട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് സമയപരിധി നിശ്ചയിക്കാൻ നിങ്ങൾക്ക് എന്തവകാശമെന്ന രീതിയാണ്. ആർട്ടിക്കിൾ 142 വായിച്ചാൽ അതിനുള്ള കൃത്യമായ ഉത്തരം കിട്ടും. സുപ്രീം കോടതിയുടെ കയ്യിലുള്ള വജ്രായുധമാണ് ആർട്ടിക്കിൾ 142. സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിയുടെ നടപടിക്രമങ്ങളെ പോലും ചോദ്യം ചെയ്യാനുള്ള അധികാരപരിധി നിഷ്കർഷിക്കുന്ന ഭരണഘടനയിൽ ഉദ്ധരിക്കപ്പെടുന്ന വകുപ്പുകളുണ്ട്. അത് മനസ്സിലായില്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ തെറ്റല്ല. നേരത്തെ ഉപരാഷ്ട്രപതി കുറെയൊക്കെ സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചു. പരമാധികാരം പാർലമെന്റിലാണെന്ന് അവർ പറയുന്നു. എന്നാൽ ആ പാർലമെന്റിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണല്ലോ പ്രതിപക്ഷ നേതാവ്. എന്തുകൊണ്ട് ഏകപക്ഷീയമായി നരേന്ദ്രമോദി അമിത്ഷായോടൊപ്പം കൂട്ടുപിടിച്ച് ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ചു? പല നാണം കെട്ട കളികളും പ്രധാനമന്ത്രി നടത്തിയതിനെക്കുറിച്ചും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചുമാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. ബില്ലുകൾ ഒപ്പിടാതെ കാലതാമസം വരുത്തിയതിലെ രാഷ്ട്രീയ സന്ദേശം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കാൻ തന്നെയാണ് സുപ്രീം കോടതി അങ്ങനെയൊരു നിബന്ധന വെച്ചത്. ഒരുപാട് കാലാവധി എടുക്കാൻ സാധിക്കില്ല എന്ന് രാഷ്ട്രപതിയോടും ഗവർണർമാരോടും സുപ്രീം കോടതി ആവശ്യപ്പെടുമ്പോൾ സുപ്രീം കോടതിയിൽ കേസുകൾ കെട്ടിക്കൊടുക്കുന്നതിനെ കുറിച്ച് ചോദിച്ച് രാഷ്ട്രീയപരമായി ഗോളടിക്കാൻ ശ്രമിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണാധികാരം എന്താണ് എന്ന് വായിച്ചു നോക്കാതെ റബ്ബർ സ്റ്റാമ്പായ രാഷ്ട്രപതി കാര്യങ്ങൾ ഉന്നയിക്കേണ്ട എന്ന് വ്യക്തമായി B.R. ഗവായ് പറയുകയാണ്.